സതീഷ് യഥാർത്ഥത്തിൽ CPM അനുവർത്തിച്ചു പോകുന്ന എല്ലാ നയങ്ങൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്തിനാണ് സർക്കാർ ഈ കൊലയാളികൾക്ക് വേണ്ടി 1 കോടിയിൽ പരം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ ചെലവാക്കിയത്? അതിനുള്ള മറുപടി താങ്കൾ പറയുന്നില്ല. നോക്കൂ നിലിമ, ഇവിടെ ഈ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുകയോ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. അത് ആര് ചെയ്താലും തെറ്റുകൾ തെറ്റായിട്ട് വേണം. ഞാൻ പറഞ്ഞു ആ കൊല ചെയ്തിട്ടുള്ള ആരാണോ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തന്നെ പറയുന്നത്. ഒരു സംശയമില്ല. നേരത്തെ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കേസ് വന്നതിന് ശേഷം ഇവിടെ 14 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് CBI ഈ സർക്കാരിന്റെ പോലെ ഇവിടെ കേരളത്തിലെ പോലീസല്ലേ? അല്ല ഈ പോലീസല്ലേ? അല്ല ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത് 14 പേരെയാണ്. പിന്നീട് CBI ആണ് 10 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കോടതി എത്ര 10 പേരെ വിട്ടയച്ചില്ലേ? ഈ 10 പേരിൽ 4 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. അല്ല ഞാൻ CBI അറസ്റ്റ് ചെയ്ത 10 പേരിൽ 4 പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാളാണ് KV കുഞ്ഞിരാമൻ. KV കുഞ്ഞിരാമനെ രക്ഷിക്കാനാണ് അന്ന് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് ഇതിന്റെ കരങ്ങൾ ചെന്നെത്തുമോ എന്ന ഭയമായിരുന്നു യഥാർത്ഥത്തിൽ. ഒരു ഭയമല്ലേ? ആരാണ് ഭയം? ഇപ്പൊ CBI വരുമ്പോഴത്തേക്ക് ഭയം അങ്ങനെ എന്താ വരാത്തത്? അങ്ങനെ അതുകൊണ്ടല്ലേ ഞാൻ കുടുംബം ആവശ്യപ്പെടുന്നുണ്ടല്ലോ CBI എന്തിനാണ് സർക്കാർ എതിർക്കുന്നത്? അത് ഞാൻ ഷാജഹാൻ സാർ പറഞ്ഞു. അല്ല അദ്ദേഹം പറഞ്ഞ പോലെ ഈ കേസിനെ അനുകൂലിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ നടപടി ശരിയായ നടപടി അല്ലാന്ന് തന്നെ ഞാൻ വാദിക്കുന്നത്. ഇപ്പോഴും വാദിക്കുന്നത്, എപ്പോഴും വാദിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത് ഒരു പാർട്ടി അല്ല. എന്നിട്ട് പറയുന്നേക്ക് ഞാൻ കാര്യം പറ്റും. ഞാൻ ഒരു സ്റ്റേഷനിൽ പോയി ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവർ പറയുന്നത് ആ കൺവിക്റ്റ് ഈ കൺവിക്റ്റ് അവിടെ എങ്ങനെയാണ് വരണമെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിന് ഞാൻ കയറി ഇറങ്ങും. ഞാൻ പോലീസിൽ സ്റ്റേഷനിൽ എൻ്റെ ആൾക്കാർ ആരെങ്കിലും പോയിട്ടുണ്ട് പ്രതിയെ ഇറക്കാൻ പോകും. അതിലെന്താ അതിന് തെറ്റ്? അപ്പം ഞാൻ പ്രതിയാവോ? ഞാൻ അങ്ങനെ പ്രതിയാവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് അഭിഭാഷകനല്ല. ഞാൻ രാഷ്ട്രീയ പാർട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത് എവിടുത്തെ ജനാധിപത്യ രീതിയാണ്? ഈ അറസ്റ്റ് ചെയ്ത ഏത് പോലീസാണ്? നിങ്ങൾ പറയണേ ഈ പോലീസ് എന്ന് പറയുന്നത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ സഖാക്കളെ ഇറക്കിക്കൊണ്ടുപോകാനുള്ള കൃത്യമായ ധാർമ്മിക ഉത്തരവാദിത്വവും അധികാരവും ഞങ്ങൾക്കുണ്ട് എന്നാണ് KV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ആ പിടിച്ചിറക്കൽ നാടകത്തിന് പിന്നിലുള്ളത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആരാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇറക്കാൻ പോയിരുന്ന സ്വാഭാവിക രാഷ്ട്രീയ നേതാവ് നിലയിൽ അദ്ദേഹം ഷാജഹാൻ എന്തോ പറയാനുണ്ട്. അതുകൂടി ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഈ കഴമ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു പ്രതിയെ ഞാൻ പറയട്ടെന്ന് അഭിഭാഷകർക്ക് വളരെ കൃത്യമായി ഇന്ന കേസിൽ ഇന്ന തെളിവുണ്ട്, ഏത് ശിക്ഷ ലഭിക്കുമെന്നൊക്കെ അഭിഭാഷകർക്ക് മനസ്സിലാകും. അല്ല, ഞാൻ ഈ അവതാരികയും കൂടി പറയുകയാണ്. എനിക്ക് പറയാനുള്ള സമയമാണ്, അത് എന്നെ പറയാൻ അനുവദിക്കുക. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്ത ഒരു പ്രതിയെ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിർബന്ധിച്ച് അയാളെ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം CBI കോടതി അംഗീകരിച്ചിട്ടല്ലേ അയാളെ പ്രതിയാക്കിയത്, അയാളെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊരു ആരോപണമാണോ? ആ ആരോപണം കോടതി അംഗീകരിച്ചില്ലേ? കോടതി അംഗീകരിച്ചിട്ടുള്ള ഒരു വാദത്തിന് മേൽ നിങ്ങൾ കയറി വാദം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കോടതി അത് അംഗീകരിച്ച് അയാൾ കൺവിക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ചർവിത ചർവണം പറഞ്ഞിട്ട് എൻ്റെ വക്കീലെ വല്ല കാര്യമുണ്ടോ? അത് കോടതി അംഗീകരിച്ചില്ലേ? അത് ശരിയാണെന്ന് വന്നു കഴിഞ്ഞില്ലേ? പിന്നെ ഇതുപോലുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
അല്ല ഷാജിയ സാറേ, അതുകൊണ്ടാണ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞത്. അല്ല ഇതിന്റെ അല്ല, നാൾ വഴി അപ്പീലൊക്കെ പോയിക്കോട്ടെ. അല്ല, ഒറ്റ അല്ല, മിനിറ്റ്, ഒറ്റ ഞാൻ മിനിറ്റ്, പറയുന്നത് ഒറ്റ എനിക്ക് മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എനിക്ക് ഒരു കാര്യം ഇതില് കൂടി. അല്ല ഞാൻ അപ്പീൽ, അല്ല, സാറേ, അപ്പീൽ, ഞാൻ അല്ല, ഷാജിയ അപ്പീൽ സാറേ, പോ- ഞാൻ ഒരു കാര്യം അപ്പീൽ പറയട്ടെ. പോ- അല്ല, ഈ അപ്പീൽ കുറ്റം പോകുമെന്ന് ഈ നിങ്ങൾ കൊല പറഞ്ഞു. ചെയ്ത ഏത് കുറ്റവാളിയായിരുന്നാലും ഷാജിയ സാറേ, ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഒറ്റ വാചകം കൂടെ പറഞ്ഞു ഞാൻ അവസാനിച്ചു. നിങ്ങൾ അപ്പീൽ പോകുമെന്ന് പറഞ്ഞു. അപ്പീൽ പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചോളുക. 2014 TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീൽ പോയി 2024 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പരിഗണിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുകൂടി ഈ അപ്പീലന്മാര് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പീൽ പോയപ്പോൾ വന്ന വിധിന്യായത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇരട്ടി ജീവപര്യന്തമായി. എന്ന് മാത്രമല്ല, 2 പാർട്ടി നേതാക്കൾ കൂടി കുറ്റവാളികളായി. അപ്പൊ അപ്പീലിന് പോകുന്ന ഈ അപ്പീലന്മാര് ആലോചിച്ചോണം, മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോയാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അപ്പീൽ പോകാൻ എന്നാണ് എനിക്ക് ഈ അപ്പീൽ പോകുന്നവരോട് പറയാനുള്ളത്.